Expand the following function in Taylor's series. F of z is equal to z minus 1 divided by z plus 1 about z is equal to 1. So, നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് z minus 1 by z plus 1 ആണ്. About z is equal to 1. സെൻറ്റർ തന്നിരിക്കുന്നത് z is equal to 1 ആണ്. So, z is equal to 1 സെൻറ്റർ ചെയ്തിട്ടുള്ള സർക്കിളിനകത്ത് ഈ ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ള റീജിയൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. z is equal to 1 ആണ് നമുക്ക് സെൻറ്റർ തന്നിട്ടുള്ളത്. ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് f of z is equal to ഫസ്റ്റ് ടേം f of a plus f dash of a into z minus a if this is about z is equal to a. Centered z is at a, then f of a plus f dash of a into z minus a double dash of a into z minus a all square by 2 factorial triple dash of a into z minus a all cube by 3 factorial plus etc. And f triple dash of a means derivative third derivative of f at the point a. A is the center of the region. So, നമുക്കിവിടെ ഈ റീജിയൻ ഏതാണ് ഇവിടെ ഫംഗ്ഷൻ വാലിഡ് ആവുന്നത് മീൻസ് എഫ് അനലിറ്റിക് ആയിട്ട് വരുന്ന റീജിയനിൽ മാത്രമേ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആവും. സോ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആയിട്ടുള്ള റീജിയൻ ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ് സെന്റർ. അങ്ങനെയാണെങ്കിൽ z മൈനസ് 1 എന്ന് പറയുന്ന ടേം ആയിരിക്കും നമ്മളെ സീരീസിൽ വരുന്നത്. സോ സെഡ് മൈനസ് 1 എന്ന് പറയുന്ന ടേം നോക്കുക. ആൻഡ് നമുക്കിത് മോഡ് z മൈനസ് 1 ലെസ് ദാൻ സം r എന്ന് കിട്ടണം. ഈ റീജിയൻ അല്ലെങ്കിൽ ഈ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ r എന്ന് പറയുന്നത് സീരീസിന്റെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് ഫംഗ്ഷന്റെ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. ഈ റേഡിയസിനുള്ളിൽ മാത്രമേ ഇത് എക്സ്പാൻഷൻ വാലിഡ് ആയിട്ട് വരും. സോ നമുക്ക് ഈ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി ഐഡന്റിഫൈ ചെയ്യാം. ഫംഗ്ഷൻ z മൈനസ് 1 ബൈ z പ്ലസ് 1 ആണ്. സിംഗുലാരിറ്റി വരുന്നത് z പ്ലസ് 1 ഈക്വൽ ടു 0 ആവുമ്പോഴാണ്. ദാറ്റ് ഈസ് z ഇസ് ഈക്വൽ ടു മൈനസ് 1. ഇതാണ് ഇതിന്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. സോ ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി ഐഡന്റിഫൈ ചെയ്യാം. സെന്റർ 1 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സിംഗുലാരിറ്റി നിയറസ്റ്റ് സിംഗുലാരിറ്റി എന്നാണ് പറയുക. സെന്റർ 1 ഉം സിംഗുലാരിറ്റി മൈനസ് 1 ആണ്. ഡിസ്റ്റൻസ് 1 മൈനസ് 1 ഡിസ്റ്റൻസ് കാണാൻ പോയിന്റ് മൈനസ് ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എടുക്കാം. 1 പ്ലസ് 2 ദിസ് ഇസ് 2. ഡിസ്റ്റൻസ് 2 ആണ്. നമുക്കറിയാം 1 ഉം മൈനസ് 1 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ്. സോ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ദാറ്റ് മീൻസ് മോഡ് z മൈനസ് 1 ലെസ് ദാൻ 2. ഇതായിരിക്കും നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. f of z is equal to z minus 1 by z plus 1. ഈ റീജിയനിലായിരിക്കും നമുക്ക് വാലിഡ് ആയിട്ടൊരു ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മോഡ് z മൈനസ് 1 ബൈ 2 ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇനി നോട്ട് ചെയ്യേണ്ടത് ഈ റീജിയൻ ആണ്. ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നതിന് മുന്നേ നമ്മൾ റീജിയൻ ഐഡന്റിഫൈ ചെയ്തു. ആൻഡ് ഡിവൈഡഡ് ബൈ 2 ലെസ് ദാൻ 1 ഈ റീജിയൻ നോട്ട് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ടാണ് സീരീസ് എക്സ്പാൻഷൻ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് z മൈനസ് 1ന്റെ ടേം വേണം സീരീസിനകത്ത്. അതേപോലെ തന്നെ z മൈനസ് 1 ബൈ 2 എന്ന് പറയുന്ന ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പാൻഷൻ എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് f ഓഫ് z ഇസ് ഈക്വൽ ടു z മൈനസ് 1 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 എന്നാണ്. സോ സെഡിന് പകരം നമുക്ക് ഇവിടെ കിട്ടേണ്ടത് z മൈനസ് 1 എന്ന് പറയുന്ന ടേം ആണ്. ന്യൂമറേറ്ററിൽ നമുക്ക് ഓൾറെഡി z മൈനസ് 1 ഉണ്ട്. ഡിനോമിനേറ്ററിൽ z മൈനസ് 1നെ കൊണ്ടുവരണം. സെഡിന് പകരം ഞാൻ z മൈനസ് 1 എന്ന് എഴുതി. ബട്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ z പ്ലസ് 1 ആണ് കിട്ടുന്നത്. സോ z മൈനസ് 1 z പ്ലസ് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ 2 മൈനസ് 1 1 കിട്ടും. സോ z പ്ലസ് 1നെ നമുക്ക് z മൈനസ് 1 പ്ലസ് 2 എന്ന് എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാൻ മനസ്സിലാവുന്നില്ല എങ്കിൽ z മൈനസ് 1 ഇസ് ഈക്വൽ ടു t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ z ഇസ് ഈക്വൽ ടു 1 പ്ലസ് t. സോ z മൈനസ് 1 t, z ഇസ് ഈക്വൽ ടു 1 പ്ലസ് t ആയിരിക്കും. സോ z പ്ലസ് 1 ഡിനോമിനേറ്റർ z പ്ലസ് 1 എന്ന് പറയുന്നത് 1 പ്ലസ് t പ്ലസ് 1 ദാറ്റ് മീൻസ് 2 പ്ലസ് t. ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ
ഇതും യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടും സീരീസ് എക്സ്പാൻഷൻ എഴുതാം. അല്ലെങ്കിൽ സെഡിന് പകരം ഇവിടെ z-1 കൊണ്ടുവന്നാൽ മതി. സോ z+1 എന്ന് പറയുന്നതാണ് നമ്മുടെ ടേം. z-1 എഴുതുമ്പോൾ +2 ഇട്ട് കൊടുക്കാം. z+1 തന്നെയാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെയൊന്ന് മാറ്റി എഴുതി. ഇപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും z-1 എന്ന് പറയുന്ന ടേം വന്നു. സെഡിന് പകരം z-1 ആയി. ഇനി നമ്മൾ ചെയ്യുന്നത് z-1 ഡിവൈഡഡ് ബൈ z-1 പ്ലസ് 2 എന്നാണുള്ളത്. ഈ z-1 എന്ന് പറയുന്ന ടേമിന് നമുക്കിവിടെ മോഡ് z-1 ബൈ 2 എന്ന് പറയുന്ന റീജിയൻ ആണ് കിട്ടിയിട്ടുള്ളത്. സോ z-1 ബൈ 2 എന്ന് പറയുന്ന ടേം ഇവിടെ എടുക്കാം. z-1 ബൈ 2 ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം z-1 ബൈ 2 ആവും. പ്ലസ് 2 ഔട്ട് സൈഡ് എടുത്ത് ഇത് +1. സോ നമുക്ക് ഈ റീജിയൻ കിട്ടി z-1 ബൈ 2 എന്നുള്ളത്. ഇനി നമുക്ക് എക്സ്പാൻഷൻ 1 ബൈ 1 പ്ലസ് സെഡിന്റെ എക്സ്പാൻഷൻ അറിയാം. ഇത് 1 ബൈ 1 പ്ലസ് സെഡ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് വരും. 1 മൈനസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് ക്യൂബ് പ്ലസ് സെഡ് റേസ് ടു 4 എക്സെട്ര എന്ന് വരും. 1 പ്ലസ് സെഡ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് പോകും. അപ്പോൾ ഇത് ജിയോമെട്രിക് സീരീസ് ഈ എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന റീജിയനിലാണ്. നമുക്കിവിടെ സെഡിന് പകരം 1 ബൈ 1 പ്ലസ് സെഡിന് പകരം z-1 ബൈ 2 ആണുള്ളത്. സോ നമുക്കിവിടെ ഉള്ളത് 1 ബൈ 1 പ്ലസ് z-1 ബൈ 2 ആണ്. ഇതിന്റെ എക്സ്പാൻഷൻ ഇതുപോലെ തന്നെ വരും. സെഡിന് പകരം z-1 ബൈ 2 റീപ്ലേസ് ചെയ്യാം. ഇത് വാലിഡ് ആവുന്നത് മോഡ് z-1 ബൈ 2 ലെസ് ദാൻ 1ലാണ്. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റീജിയൻ, മോഡ് z-1 ബൈ 2 ലെസ് ദാൻ 1. സോ ഈ റീജിയനിൽ നമുക്ക് ഇതിന്റെ എക്സ്പാൻഷൻ, ജിയോമെട്രിക് സീരീസിന്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. അപ്പോൾ വാലിഡ് ആയിരിക്കും ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ നമുക്ക് ഇവിടെ വരുന്നത് z-1 ബൈ 2 കോമൺ ആണ്. റിമൈനിങ്ങിൽ എക്സ്പാൻഷൻ കൊടുക്കാം. 1 minus z is z-1 by 2 plus z-1 by 2 all square minus z-1 by 2 all cube plus etc. ഇങ്ങനെ വരും. ഇനി നമുക്ക് z-1 by 2 എന്ന് പറയുന്ന ടേം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് first term z-1 by 2, second term minus z-1 by 2 all square. ഇവിടെ നമ്മൾ z-1 by 2 മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ടേം വരുന്ന z-1 by 2 ആണ്. സ്ക്വയർ ആവും, നെക്സ്റ്റ് ക്യൂബ് ആവും, നെക്സ്റ്റ് 4 ആവും. ഇങ്ങനെ വരും. നെക്സ്റ്റ് ടേം z-1 by 2 all cube minus z-1 by 2 all raised to 4 plus etc. ഇതായിരിക്കും സീരീസ് എക്സ്പാൻഷൻ. ഇത് നമ്മൾ സീരീസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സീരീസ് n is equal to 1 to infinity. 1 കൊടുക്കാം, കാരണം ഫസ്റ്റ് പവർ 1 ആണ്. z-1 by 2 all power n. ആൻഡ് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് വരുന്നതുകൊണ്ട് തന്നെ -1 പവർ ഫസ്റ്റ് ടേമിൽ പ്ലസ് ആണ്. സോ ഇത് n+1 ഓർ n-1 എന്ന് കൊടുക്കാം. സോ n-1 കൊടുത്താൽ ഫസ്റ്റ് ടേം 1 - 1 0. ദാറ്റ് മീൻസ് 1 z-1 by 2. സെക്കൻഡ് ടേമിൽ നെഗറ്റീവ്, പോസിറ്റീവ്, ഓൾട്ടർനേറ്റീവ് പ്ലസ് ആൻഡ് മൈനസ് വരും. സോ ദിസ് ഇസ് ദ സീരീസ് ഓഫ് ഫംഗ്ഷൻ z-1 by z+1 about z is equal to 1. So first identify the region. Z is equal to 1 ആണ് തന്നത്. റീജിയൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ z-1 by z+1 ആണ്. സോ സിംഗുലാരിറ്റി z is equal to -1 ആണ് സിംഗുലാരിറ്റി. സിംഗുലാരിറ്റിയും സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ സെന്റർ 1 ആണ്. സോ മോഡ് z-1 ലെസ് ദാൻ ഡിസ്റ്റൻസ് 2 ആണ്, ലെസ് ദാൻ 2. ഇതായിരിക്കും നമ്മളെ റീജിയൻ. സോ നമുക്ക് ഇതിനെ z-1 by 2 ലെസ് ദാൻ 1, ഈ 2 ഇങ്ങോട്ടേക്ക് എടുക്കാം. by 2 ലെസ് ദാൻ 1 എന്ന് കിട്ടും. സോ ഈ ടേം വരുന്ന രീതിയിൽ സീരീസിനെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നത്.